വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അതേപോലെ തന്നെ നല്ല ഒരു സന്തോഷമുള്ള ദിവസം ആശംസിക്കുകയാണ്. സന്തോഷം, സമാധാനം, പ്രത്യാശ, ഇതൊക്കെ നമ്മൾക്ക് ഇൻബോണായിട്ട് നമ്മൾ തന്നെ അതിനെയൊക്കെ അറിയേണ്ട കാര്യങ്ങളാണല്ലോ. അത് വെളിയിൽ നിന്ന് ലഭിക്കത്തില്ല. നമ്മുടെ ഇന്നർ പീസും ഇന്നർ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തെന്നല്ല, നമ്മളതൊക്കെയും നമ്മുടെ സ്വന്തമാക്കി സൂക്ഷിക്കേണ്ട ചില ക്വാളിറ്റീസാണ്. നമ്മൾ ഈ കാലത്ത് നോക്കുമ്പോൾ അനേകർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ പ്രായഭേദ വ്യത്യാസമില്ലാതെ പലരും ജീവിതം അവസാനിപ്പിച്ച് നിരാശയിലേക്ക് പോകുന്നതും, അതുപോലെ തന്നെ ഒത്തിരി പേര് ഇങ്ങനെ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോഷ്യൽ ലൈഫൊക്കെ വളരെ കുറവാണെന്നുള്ളതാണ്. അനേകരും വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ആക്റ്റീവാണ്, അല്ലെങ്കിൽ എപ്പോഴും അവർ ഫോണിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ തിരക്കിലാണ്. പക്ഷെങ്കിൽ അത് എത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ മനുഷ്യർ ഒരുത്തരോടൊരുത്തർ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഡയറക്റ്റ്ലി ഇൻറ്ററാക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ടാകും. നിരാശ മാത്രമല്ല, നമ്മൾക്ക് ആരുമില്ല എന്നുള്ള ചിന്ത അത് കൂടുതലായിട്ട് വരികയും ചിലർ അതിൽ തന്നെ പെട്ടുപോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് ക്ഷണികമാണെന്ന് നമ്മൾ ഓർക്കണം. അത് നമ്മൾ ഓർത്ത് വെക്കണം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ചെറുപ്പക്കാരായുള്ള ആൾക്കാർ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് അതുപോലെ രോഗങ്ങൾക്കൊക്കെ അടിമയായിട്ട് പെട്ടെന്ന് മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമുക്ക് ലോങ് ലൈഫ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ലോങ് ലൈഫ് ഉണ്ട്. പക്ഷേ അത് ഹെൽത്തി ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ട് ലോങ് ലൈഫ് ഉള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്നുള്ളതാണ്. ദൈവം തരുന്ന ഒരു നന്മയാണത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ പല പേര് കേട്ടതായ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ജീവിതം എടുത്താൽ അവർക്കും ഓരോ സമയങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ഓവർകം ചെയ്ത് വെളിയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് അവർ ജീവിതത്തിൽ സക്സസ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലായിരിക്കും പ്രശ്നങ്ങൾ വരുന്നതും വല്ല പ്രതിസന്ധി വരുന്നതും, നമുക്ക് പെട്ടെന്നുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങളൊക്കെ വരുന്നത്. അത് എല്ലാവർക്കും ഒരേ പ്രായത്തിലായിരിക്കില്ലെന്നുള്ളതാണ്. ചിലർക്ക് വന്നിട്ട് ചെറിയ പ്രായത്തിലായിരിക്കാം, ചിലർക്ക് വയസ്സായ ശേഷമായിരിക്കാം. പിന്നെ പലർക്കും വന്നിട്ട് മധ്യവയസ്സിലും അല്ലെങ്കിൽ യൗവനത്തിലൊക്കെയും പ്രശ്നങ്ങളുള്ള ജനങ്ങളുണ്ടെന്നുള്ളതാണ്. അതായത് പൊതുവായിട്ട് പറയുമ്പോൾ ഒരിക്കലും പ്രശ്നത്തെ നേരിടാതെ ജീവിക്കുന്നവർ വളരെ തുലവും തുച്ഛമാണെന്ന് പറയാൻ പറ്റും. ഈ ജീവിതത്തിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി അത് നമ്മൾ ആർജിച്ചെടുക്കുന്നത് നമ്മളുടെ വിശ്വാസം, നമ്മുടെ പഠനം, അല്ലെങ്കിൽ നമ്മൾക്കുള്ള നോളജ്, കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ്. ഏറ്റവും വിവേകത്തോടുകൂടി പ്രവർത്തിക്കുവാനും ജ്ഞാനത്തോടുകൂടി കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും, അതുപോലെ ധൈര്യത്തോടുകൂടി ഒരു പരിഭ്രമമില്ലാതെ എന്ത് വന്നാലും ഇതിനപ്പുറം ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്നാൽ അത് നാളെ മാറിപ്പോകുന്നുള്ള അങ്ങനെയുള്ള ഒരു ചിന്ത. അതായത് പണ്ടുള്ളൊരു ഓരോ കുന്നിനും ഓരോ താഴ്വരയുണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് ഒരു പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പൊതുവായിട്ട് നോക്കുമ്പോൾ. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. നമ്മളുടെ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനേക മനുഷ്യരുടെ സ്റ്റോറീസ് കാണാൻ പറ്റും. വളരെ സക്സസ് ആയിട്ടുള്ളവർ അവർ അവരുടെ ജീവിതത്തിലെ ചില ഘട്ടത്തിലൊക്കെയും അതിഭയങ്കരമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെ തരണം ചെയ്ത് അവർ വിജയശ്രീ ലാളിതരായിട്ട് മുമ്പോട്ട് പോയതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ചിലർ വന്നിട്ട് എല്ലാ
സൗഭാഗ്യത്തിലും ജീവിച്ച് സന്തോഷത്തിലും ജീവിച്ച് അവസാന സമയത്ത് അവർ ഒരു തോൽവിയായിട്ട് മാറിയതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മൾ നോക്കുമ്പോൾ കിങ് സോളമൻ. കിങ് സോളമനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. 40 വർഷം ഇസ്രയേലിനെ ഭരിച്ച ഒരു രാജാവാണ്. എന്നാൽ 40 വർഷത്തിൽ ഒരിക്കൽ പോലും യുദ്ധം ചെയ്യാത്ത ഒരു രാജാവ് കൂടിയാണ്. അദ്ദേഹം വന്നിട്ട് ഫോറിൻ, അതായത് ഡയലോഗ്സ്, അതിൽ കൂടെയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടിയാണ് ശത്രു രാജ്യങ്ങളെയും സമീപത്തുള്ള രാജ്യങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ഡിപ്ലോമാറ്റിക് ടോക്കിലൂടെയൊക്കെ എന്ന് പറയാം അത് നടത്തിക്കൊണ്ട് പോയത്. ഒരു പ്രാവശ്യം പോലെ യുദ്ധം ചെയ്യാത്ത ഒരു രാജാവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നത്തില്ല. 40 വർഷം ഭരിച്ചിട്ട് ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു ആർമി തന്നെ ഉണ്ടായിരുന്നു. അതായത് കുതിരകൾ 1200 പരം ചാരിയറ്റ്സ്, അതുപോലെ തന്നെ കുതിരകൾ ആയിരക്കണക്കിന് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന കുതിരകൾ, സൈന്യം, കുതിരപ്പട, അതുപോലെ തന്നെ മിലിറ്ററി എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം കാണുമ്പോൾ മറ്റുള്ള രാജ്യക്കാർ വിചാരിച്ചോണം ഇവരോട് പോയി മുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. അന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും പുള്ളി റെഡിയാക്കി നിർത്തിയിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും യുദ്ധം ചെയ്തിട്ടില്ല. അതിനുണ്ടായ ഒന്നാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം അടുത്തുള്ള രാജ്യങ്ങളിൽ, ഇൻക്ലൂഡിങ് ഈജിപ്തിലെ ഫാറോയുടെ മകളെ വരെ എല്ലാ ശത്രു രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അതിൽ 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നല്ലോ. എല്ലാ ഇസ്രയേലിന് ചേരാൻ പറ്റാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും അവരുടെ വിശ്വാസമോ എല്ലാം വിഗ്രഹാരാധികളായിട്ടുള്ളവരും വേറെ വിശ്വാസങ്ങളിലുള്ളവരൊക്കെ ആയിട്ടുള്ള സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചത്. എന്തായാലും രാജാവ് വന്നിട്ട് സുഖലോലുപനായി ജീവിച്ചു. അതുമാത്രമല്ല 2 പ്രാവശ്യം ദൈവം അദ്ദേഹത്തിന് വെളിപ്പെട്ടതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിന് വളരെ നല്ല അനുഗ്രഹങ്ങളൊക്കെ നൽകി ദൈവം കാത്തു സൂക്ഷിച്ചു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ദൈവത്തിന് ജെറുസലേമിൽ ഒരു ആലയം പണിയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇസ്രയേലിൻ്റെ നിയമപ്രകാരം, അതായത് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന പ്രകാരം രാജാവായി വാഴുന്നവർ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൂടുതലായിട്ട് കുതിരകളെ ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്വത്ത്, അതായത് സ്വർണം, വെള്ളി തുടങ്ങിയത് കാര്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കുക, അത് ചേർത്ത് വെക്കാൻ പാടില്ല എന്നുള്ളത് ദൈവ നിയമങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം അത് 3 ലംഘിച്ചു എന്നുള്ളതാണ്. ഭാര്യമാരെ കൂടുതലെടുത്ത് കുതിരകളെയൊക്കെ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം എത്രയോ വെച്ച് വാങ്ങുമായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്ന കപ്പം അത് 666 താലന്ത് സ്വർണമായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വർഷം തോറും അത്രയും സ്വർണം അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ ടാക്സായിട്ടൊക്കെ അടച്ചതാണ് അത്. അപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഒരു മനുഷ്യനും ലഭിക്കാതെ, ഇസ്രയേലിൽ നല്ല ലോകത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ശലോമോനെ പോലെ അത്രയും ബുദ്ധി, ജ്ഞാനവും വിവേകവും സ്വത്തും സമ്പാദ്യവും എല്ലാം ഉള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അത്രയെല്ലാം ഉള്ള ഒരു രാജാവിനും അവസാനം വന്നപ്പോൾ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെയും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നകന്ന് അവരുടെ ഭാര്യമാർക്ക് വേണ്ടതായ, അദ്ദേഹം കുറച്ച് പ്രായമായപ്പോഴേക്കും ഭാര്യമാർക്ക് അവരുടെ ദൈവങ്ങൾക്കൊക്കെയും ബലിപീഠങ്ങളും അതുപോലെ തന്നെ അമ്പലങ്ങളും ഒക്കെ പണിയിക്കുകയും അദ്ദേഹവും അവരുടെ ബലിയിൽ ആരാധനയിൽ ഒക്കെയും പങ്കുചേരുകയൊക്കെ ചെയ്തു. ദൈവത്തിൻ്റെ വിഗ്രഹാരാധനയ്ക്ക് എതിരായിരുന്ന, ദൈവത്തെ പൂജിച്ചിരുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ടിട്ട് അദ്ദേഹം മോലക്കിനെയും അതുപോലെ പല അവരുടേതായ
വേറെ വേറെ രാജ്യത്തിലുള്ളവരുടെ ദൈവങ്ങളെ, അതായത് ജാതികളുടെ ദൈവങ്ങളെ സേവിക്കുകയും അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെയും ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദൈവം സോളമനോട് പ്രവാചകൻ മുഖേന അറിയിച്ചു എന്ന് അതായത് അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തതുകൊണ്ട് ഇസ്രായേലിനെ രണ്ടായി ഭാഗിക്കുമെന്നും 2 രാജ്യമാക്കി മാറ്റുമെന്നും ദൈവം പറഞ്ഞു. എന്നാൽ ദാവീദ്, അവൻ്റെ പിതാവായ ദാവീദിനെ ഓർത്തിട്ട് ദൈവം അവൻ്റെ കാലത്ത് അത് ചെയ്യിക്കാതെ അവൻ്റെ മകൻ്റെ കാലത്ത് 10 ഗോത്രങ്ങൾ ഇസ്രായേലായിട്ടും 2 ഗോത്രങ്ങൾ യഹൂദയും ബെഞ്ചമിനും അത് യഹൂദയായിട്ടും മാറ്റി. അങ്ങനെ വലിയ ഒരു രാജ്യത്തെ രണ്ടായി വിഭജിച്ച് പിന്നീടുള്ള രാജഭരണം അങ്ങനെയായിരുന്നു. എന്നാൽ സോളമൻ മരിച്ചത് ഏകദേശം എല്ലാവരും ഗസ് ചെയ്യുന്നത് 60 വയസ്സ് കാണുമെന്നാണ്. മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. രാജാവിന് കിട്ടേണ്ടതായ എല്ലാ മാന്യതയും എല്ലാം റെസ്പെക്റ്റോടുകൂടി അദ്ദേഹത്തിന് കബറടക്കുകയുണ്ടായി. അപ്പോൾ അതിന് മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യം, അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ 3 ശത്രുക്കൾ, അതായത് സിറിയയിൽ നിന്നും അതുപോലെ അടുത്തുള്ള 2-3 രാജ്യങ്ങളിലുള്ള 2 രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻറ്റേർണൽ പ്രോബ്ലംസ് മാത്രമല്ല, എപ്പോഴും ഇദ്ദേഹത്തിന് അതൊരു വലിയ ഫൈറ്റായിട്ട് സ്ട്രഗിളായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു 10 ഗോത്രങ്ങളെ ഒരു ഗ്രൂപ്പായിട്ടും 2 ഗോത്രങ്ങളെ വേറെ ഗ്രൂപ്പായിട്ടും മാറിക്കഴിഞ്ഞപ്പോൾ രാജാവിന് അത് മനസ്സിലാക്കിയ ജനം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ്, അവരും വന്നിട്ട് എപ്പോഴും ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളെ കൊടുത്തുകൊണ്ടിരുന്നുണ്ട്. അതായത് മനസ്സമാധാനം ഇല്ലാതെ അദ്ദേഹം അവസാന കാലത്ത് ജീവിക്കേണ്ടി വന്നു എന്നർത്ഥം. അങ്ങനെ പിതാക്കന്മാരുടെ ദൈവത്തെയൊക്കെ വിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്താണ്, അതിൻ്റെ വയസ്സായ കാലത്താണ് അദ്ദേഹം സഭാപ്രസംഗിയൊക്കെ എഴുതുന്നത്. സഭാപ്രസംഗി പുസ്തകവും ഉത്തമവും ഒക്കെ എഴുതുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളാൻ പറയുന്നത്, അതായത് 12-ാം അധ്യായം 13-ാം വാക്യം. അതുപോലെ സൂര്യൻ്റെ കീഴിൽ അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ചെയ്തു, പക്ഷേ എല്ലാം മായയാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാം മായയാണെന്ന് മനസ്സിലാക്കി അത്രയും ജ്ഞാനിയും മഹാനും വിവേകിയും എല്ലാ സമ്പത്തും സൗകര്യങ്ങളും ഉള്ളവനും ധനാഠ്യനുമായ ഏറ്റവും പേരുകേട്ട രാജാവ് തന്നെ പറയുന്ന ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന്. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നാൽ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആ ധൈര്യവും അതിനനുസരിച്ചുള്ള ശക്തിയും വിവേകവും ജ്ഞാനവും തരാനായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുക മാത്രം ചെയ്യുക. അവൻ നമ്മെ പുലർത്തിക്കൊള്ളും. നമുക്ക് ആ പ്രതിസന്ധി കടന്ന് അപ്പുറത്ത് ചെല്ലുവാനായിട്ടുള്ള കഴിവ് ദൈവം തരുമെന്നുള്ളതാണ്. അത് നമ്മുടെ മക്കളെയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് പറയുമ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവന് ധാരാളമായി തരുന്ന ദൈവത്തോട് ജ്ഞാനം ചോദിച്ച് വാങ്ങിക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനവും വിവേകവും ഒക്കെ തരുന്ന ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം. അതുപോലെ തന്നെയാണ് ദൈവം ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നമുക്ക് ജ്ഞാനം കിട്ടണമെങ്കിൽ നമുക്ക് ദൈവഭക്തി വേണം. അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ പൊതുവായി നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവകൽപ്പനയിലെ മാനിച്ചും ദൈവത്തെ അനുസരിച്ചും ജീവിക്കുന്ന ജനങ്ങൾ, അത് ജാതി മതഭേദമന്യേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടുള്ള ഒരു ബുദ്ധിയും വിവേകമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദൈവം തരുന്ന ദാനമാണ് നമുക്ക് ജ്ഞാനം. ഈ കാര്യങ്ങളൊക്കെയും നോക്കുമ്പോൾ നമ്മൾ ഈ അക്വയർ ചെയ്യുന്ന നോളജ് അല്ല ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നമുക്ക് അധികം അറിവും വിവേകവും ഒക്കെ ലഭിക്കുന്നുണ്ട്. മുതിർന്നവരുടെ വാക്ക് കേൾക്കാനായിട്ട് ആർക്കും ഇഷ്ടമില്ല, എന്നാൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ
മുതിർന്നവരുടെ വാക്ക് കേൾക്കുന്നത് പ്രശ്നമാണെന്നൊരിക്കലും വിചാരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടുന്നവരൊക്കെ മിക്കവാറും 80+ ഉള്ളവർക്കാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ എപ്പോഴും എൽഡേഴ്സിനെ പ്രത്യേകമായിട്ട് മാനിക്കുക, അവർക്കൊരു പൊസിഷനെ കൊടുത്ത് അവരുടെ അക്വയർഡ് നോളജിനെ, അവരുടെ ആ വിവേകത്തെ, അവരുടെ ജ്ഞാനത്തെയൊക്കെയും പ്രയോജനപ്പെടുത്തുന്നതായിട്ട്, സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവർ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളുടെ രാജ്യത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളുടെ രാജ്യത്ത് ഒരു മനുഷ്യൻ റിട്ടയറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രായം ഒരു 50 വയസ്സോ 55 വയസ്സോ കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും മാനിക്കുന്നതെന്നല്ല, അവനെ കെയർ ചെയ്യത്തില്ല. അതുപോലെ അവൻ പറയുന്ന വാക്ക് കേൾക്കാൻ ആൾക്കാരില്ല. സ്വന്തം ഭവനത്തിൽ പോലും ഒരു പ്രയോജനമില്ലാത്ത മനുഷ്യനായിട്ടാണ് കാണുന്ന ആൾക്കാർ. അതായത് അവരുടെ സമ്പാദ്യം നിലയ്ക്കുമ്പോൾ അവർ വേസ്റ്റായിട്ട് തോന്നുന്നു. പക്ഷേ അതല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് നോളജുള്ളത്, വിവേകമുള്ളത്, വിജ്ഞാനമുള്ളത്. എല്ലാ ലോകം കണ്ടവരാണ് അവർ. ഇത്ര ഞാൻ പറഞ്ഞതിൽ ആർക്കും ഒന്നും തോന്നല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ കൂടിയോ അല്ലെങ്കിൽ ഗൂഗിളിൽ കൂടി കാണുന്നതൊക്കെയും അത് ഓൾറെഡി ഉള്ളതിനെ ഗൂഗിള് അവിടെ അവരത് ഡേറ്റാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആ ഡേറ്റാസ് നോക്കി നമുക്ക് കിട്ടുന്നതാണ്. അല്ലാതെ ഗൂഗിളിൽ പ്രത്യേക ബുദ്ധി ഉണ്ടായിട്ടൊന്നുമല്ല. മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ദൈവം നൽകിയ അത്രയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നൽകിയിരിക്കുന്ന ആ ബുദ്ധിയിൽ നിർമ്മിക്കുന്നതായ എല്ലാ കാര്യങ്ങളുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും അത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അങ്ങനെ അവർ ചെയ്ത് കഴിയുമ്പോൾ അത് AI മാറുന്നത് മാത്രം. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് ആരോഗ്യവും ബലവും ശക്തിയും ദൈവാധീനമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്ത് പ്രതിസന്ധിയും മറികടന്ന് നല്ലൊരു ജീവിതം ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. എല്ലാം ഇന്ന് കാണുന്നതെല്ലാം നാളത്തെ ലോകം നമുക്കറിയാം. പിന്നെ അതിനനുസരിച്ച് നമ്മളും ഗുരുവാകുക. അതായത് പ്രായഭേദമന്യേ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശക്തി നമുക്ക് ദൈവം തരുമെന്നുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ശരിയായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you all. Have a nice day. Bye to all. Bye.